ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഇരിക്കുമ്പോൾ ഒരാൾ കുറെ പക്ഷിക്കുഞ്ഞുങ്ങളെയുമായി റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കയ്യിൽ? അവിടുന്ന് പറഞ്ഞു, പക്ഷിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഈ പക്ഷിക്കുഞ്ഞുങ്ങളുടെ തള്ളപ്പക്ഷി ഈ കുഞ്ഞുങ്ങളെ കാണാത്തതിന്റെ പേരിൽ വട്ടമിട്ട് പറന്ന് അതാ ഏത് മാവിൽ നിന്നാണോ നിങ്ങൾ എടുത്തുകൊണ്ടുവന്നത് മാവിന് ചുറ്റും ആർത്തട്ടഹസിച്ച് പറന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുപോയി വെക്കണമെന്ന് ആ മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുകയാണ്. ഇങ്ങനെ പക്ഷിപ്പറവകൾ മുതൽ എല്ലാ ജീവജാലങ്ങളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നു എങ്ങനെ പെരുമാറണം, എങ്ങനെ സഹവസിക്കണം, എങ്ങനെയാണ് ആ ജീവികളോട് മനുഷ്യനുള്ള കടപ്പാട് എന്താണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമായ മതം. ആ മതത്തിന്റെ ചട്ടക്കൂട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഞാനും നിങ്ങളും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. ഇന്ന് കടപ്പാടുകൾ മറന്ന കാലഘട്ടമാണ്. മാതാപിതാക്കളോട് മക്കൾക്കുള്ള കടപ്പാട് മറന്നിരിക്കുന്നു. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടപ്പാട് മറന്നിരിക്കുന്നു. ഭാര്യക്ക് ഭർത്താവിനോടുള്ള കടപ്പാട് അറിയാത്ത കാലമാണ്. ഭർത്താവിന് ഭാര്യയോട് കടപ്പാട് അറിയാത്ത കാലമാണ്. എന്തിനേറെ പറയുന്നു, അയൽവാസിക്ക് അയൽവാസിയോടുള്ള കടപ്പാട് എന്തെന്നറിയാത്ത കാലമാണ്. എന്തിനേറെ പറയുന്നു, കുടുംബത്തിന് കുടുംബത്തോടുള്ള കടപ്പാട് എന്തെന്നറിയില്ല. എന്തിനേറെ പറയുന്നു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനുമായുള്ള കടപ്പാട് എന്താണ്? മുസ്ലിമും തമ്മിലുള്ള കടപ്പാട് എന്താണ് എന്ന് അത് ആ മനുഷ്യന് അറിയാത്ത കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒരാളും ഇവിടെ കടപ്പാട് എന്താണ്, ഒരാളുടെയും ബാധ്യതകൾ എന്താണെന്നുള്ള സ്വയം ബോധം നഷ്ടപ്പെട്ട കാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്താ പറയുന്നത്? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, മുഅ്മിനീങ്ങൾ പരസ്പരം അതാ സഹോദരന്മാരാണ്. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദര്യത്തിന്റെ ഇടയിൽ നിങ്ങൾ പരസ്പരം യോജിച്ചു പോകണം. നിങ്ങൾ യോജിപ്പില് രജ്ഞിപ്പില് നിൽക്കണം. വത്തഖുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ലഅല്ലക്കും തുർഹമൂൻ, എന്നാൽ നിങ്ങൾക്കതാ കാരുണ്യമുണ്ടായേക്കാം. അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങളിലേക്ക് ഇറങ്ങിയേക്കാം. വേറൊരു ആയത്തിലുള്ള പറയുന്നു, വഖ്ഫിദ് ജനാഹക ലിൽ മുഅ്മിനീൻ, നീ നിന്റെ കാരുണ്യത്തിന്റെ ചിറക് മുഅ്മിനീങ്ങൾക്ക് താഴ്ത്തിക്കൊടുക്കണം, വിശ്വാസികൾക്ക് താഴ്ത്തിക്കൊടുക്കണം. നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇസ്ലാം പഠിപ്പിക്കുന്ന ബാധ്യതകൾ. എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിം, മുസ്ലിങ്ങൾ പരസ്പരം തമ്മിലുള്ള ബാധ്യതകൾ എന്താണ്? ആറ് കാര്യമാണ് ഒരു മുസ്ലിമുമായി തമ്മിലുള്ള ബാധ്യതകൾ. സഹാബത്ത് ചോദിച്ചു, മാഹുന്ന യാ റസൂലല്ലാഹ്, ആ ബാധ്യതകൾ എന്താണ്? ഖാല, അവിടുന്ന് പറയുന്നു, ഇദാ ലഖൈതഹു ഫസല്ലിം അലൈഹി,
കണ്ടുമുട്ടിയാൽ സലാം പറയലാണ്. ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ സലാം പറയലാണ്. വാപ്പ മക്കൾക്ക് സലാം പറയലാണ്. മക്കള് വാപ്പക്ക് സലാം പറയലാണ്. ഭാര്യ ഭർത്താവിന് സലാം പറയലാണ്. ഭർത്താവ് ഭാര്യയോട് സലാം പറയലാണ്. മക്കള് വീട്ടിലേക്ക് വരുമ്പോ മാതാപിതാക്കളോട് സലാം പറയലാണ്. മാതാപിതാക്കൾ വീട്ടിലേക്ക് വരുമ്പോ മക്കളോട് സലാം പറയലാണ്. ഭാര്യയോട് സലാം പറയലാണ്. അതേ ഒരു മുസ്ലിമായ മനുഷ്യനെ കണ്ടുമുട്ടിയാൽ പരസ്പരം സലാം പറയണം. നിങ്ങളുടെ നിങ്ങൾ സലാം പരത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഇന്നൊരു മുസ്ലിമിനെ കണ്ടുമുട്ടി എന്ന് മാത്രമല്ല, തട്ടിയാൽ പോലും സലാം പറയാൻ മടിയാണ്. ഭാര്യക്ക് ഭർത്താവിനോട് സലാം പറയാൻ മടിയാണ്. ഭർത്താവിന് ഭാര്യയോട് സലാം പറയാൻ മടിയാണ്. മക്കൾക്ക് വാപ്പയോട് സലാം പറയാൻ മടിയാണ്. അതേ വാപ്പക്ക് മക്കളോട് സലാം പറയാൻ മടിയാണ്. മുത്തുനബി പഠിപ്പിക്കുന്നു, രണ്ടാമതെന്താണ്? നിന്നെ ക്ഷണിച്ചാൽ നീ ക്ഷണം സ്വീകരിക്കലാണ്. നിന്നൊരാവശ്യത്തിന് ആരെങ്കിലും ക്ഷണിച്ചാൽ, ഒരു മുസ്ലിമായ മനുഷ്യൻ ക്ഷണിച്ചാൽ ആ ക്ഷണം നീ സ്വീകരിക്കലാണ്. അതെ, നിരുത്സാഹപ്പെടുത്തലല്ല, അതിനെ മാറ്റി നിർത്തലല്ല. എന്നിട്ട് നബി തങ്ങള് പറയുന്നു, നിന്നോട് ഉപദേശം തേടിയാൽ നല്ലത് പറഞ്ഞു കൊടുക്കണം. ഒരു പെണ്ണന്വേഷണവുമായിട്ട് നിന്റെ അരികത്ത് വന്നു, നീ പള്ളിയിൽ എപ്പോഴുമുള്ള ആളാണ്, നീ പള്ളിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ആളാണ്, ഇന്നാലിന്ന മകന്റെ ഇന്നാലിന്ന മതാളുടെ മകളുടെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്, പുതിയ ആപ്പിള അന്വേഷണവുമായി വന്നതാണ്, കല്യാണത്തിന്റെ ആവശ്യാർത്ഥം വന്നതാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് ചോദിച്ചാൽ ഉള്ളത് പറഞ്ഞു കൊടുക്കണം. ഉള്ളത് പോലെ പറഞ്ഞു കൊടുക്കണം. അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ്, ഒരു മുസ്ലിമിന്റെ കടപ്പാടാണ്. അത് ഇല്ലാത്തത് കൂട്ടി പറയരുത്, ഉള്ളത് മറച്ചു വെച്ചും പറയരുത്. പലരും പറയാറുണ്ട്, ഉസ്താദേ പെട്ടുപോയി എന്തേ കാരണം? ഞങ്ങളൊന്നും അന്വേഷിച്ചില്ല, ഞങ്ങൾ കേട്ട പാതി കേൾക്കാത്ത പാതി. ഞങ്ങളവിടെ ചെന്ന് നോക്കുമ്പോ ഞങ്ങൾ ആ വീടും പരിസരവും ഒക്കെ കണ്ടപ്പോ ഞങ്ങളതിൽ പെട്ടുപോയതാണ്. ഓ പെങ്ങളെ, ഓ ഉമ്മ, ഓ വാപ്പ, വീടിന്റെ വലിപ്പം കണ്ട്, കാറ് കണ്ടിട്ട്, അതേ നിങ്ങൾക്ക് കിട്ടുന്ന ലക്ഷങ്ങൾ കണ്ടിട്ട്, നിങ്ങൾക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ കണ്ടിട്ട് നിങ്ങളെ പെൺകുട്ടിയെ കെട്ടിച്ചയക്കരുത്. നിങ്ങളെ മകനെ പെണ്ണ് തിരയുമ്പോ നല്ലവരോട് ചോദിക്കണം, നല്ലവരുമായി ബന്ധപ്പെടണം, അന്വേഷണം നടക്കണം. സുബ്ഹാനല്ലാഹ്, പലരും പറയാറുണ്ട് പെട്ടുപോയെന്ന്, പലരും പറയാറുണ്ട്. ഇനി പെട്ടുപോയി എന്ന് പെട്ടതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ആളുകളോട് അന്വേഷിക്കണം, തൊട്ടടുത്ത വീട്ടുകാരോട് ആ വീട്ടിലെ അവസ്ഥയെ സംബന്ധിച്ച് അന്വേഷിക്കണം, ആ വീട്ടിലെ ഉമ്മയെ പറ്റി അന്വേഷിക്കണം, പെങ്ങളെ പറ്റി അന്വേഷിക്കണം, കോളേജിൽ പഠിച്ച ആ കോളേജ് കൂട്ടുകാരെ പറ്റി അന്വേഷിക്കണം. കാലഘട്ടം മാറിയ കാലമാണ്. മുത്തുനബി പഠിപ്പിക്കുന്നു, നിന്നോട് ഉപദേശം
ഫൻസഹലഹു, ഞാനൊരു കച്ചവടം തുടങ്ങുന്നുണ്ട് അങ്ങാടിയില്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കണം. ഞാനൊരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ലാഹ് ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കണം.